പല ആളുകളും പരാതിപ്പെടുന്നൊരു കാര്യമാണ് നമസ്കാരത്തിൽ ഖുശൂ കിട്ടുന്നില്ല എന്നത്. അതേപോലെ തന്നെ സംസാരത്തിൽ വരുന്ന ചില പാളിച്ചകൾ കാരണം ബന്ധങ്ങളിൽ വിള്ളൽ വരിക എന്നുള്ളത്. ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഒരാൾ അദ്ദേഹത്തിൻ്റെ അടുത്തൊരാളുമായിട്ട് ചെറിയൊരു അകൽച്ച. അപ്പോൾ അതിൻ്റെ കാരണം എന്താ പറഞ്ഞു വെച്ചാൽ അയാളെ ഒരു സംസാരത്തിൽ ഒരു പ്രയോഗം, ഒരു വാക്ക് എന്ത് ചെയ്തില്ല വല്ലാതെ വേദനിപ്പിച്ചു കളഞ്ഞു. അങ്ങനെ നമ്മുടെ സംസാരത്തിൽ വരുന്ന ചില കാര്യങ്ങൾ അബൂ അയ്യൂബുൽ അൻസാരി റളിയല്ലാഹു അൻഹു പറയാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, എന്താണ്, യാ റസൂലല്ലാഹ്, ഒരാൾ വന്നിട്ട് നബിനോട് അല്ലിംനി, എന്നെ എനിക്ക് പഠിപ്പിച്ചു തരണമെന്ന് പറഞ്ഞപ്പോൾ നബി 3 കാര്യങ്ങളാണ് അദ്ദേഹത്തിന് പഠിപ്പിച്ചു കൊടുത്തത്. ഒന്നാമത്തെ കാര്യം, ഇദാ ഖുംത ഫീ സ്വലാത്തിക, നീ നിന്റെ നമസ്കാരത്തിനു വേണ്ടി നിന്ന് കഴിഞ്ഞാൽ, ഫസല്ലി സ്വലാത്ത മുവദ്ദിഇൻ, വിടവാങ്ങുന്നവനെ പോലെ നീ നമസ്കരിക്കണമെന്നാണ്. വിടവാങ്ങുന്നവൻ എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ അവസാനത്തെ നിസ്കാരം. ഈ ജുമുഅ എന്നത് ഇതിൻ്റെ ലാസ്റ്റ് നിസ്കാരമാണ്. അടുത്ത അസർ ബാങ്ക് വിളിക്കുന്നതിന് മുമ്പായിട്ട് ഞാൻ മരിച്ചു പോകും. അസറിന് ശേഷം എൻ്റെ ജനാസ എടുക്കുന്ന അവസ്ഥയിൽ, കാരണം ഞാൻ ഈ അസർ നിസ്കരിക്കാൻ ഈ ഭൂമിയിൽ ഉണ്ടാവില്ല എന്ന് ഉറപ്പുണ്ടെങ്കിൽ നമ്മൾ എങ്ങനെയാണ് ഈ ജുമുഅ നിസ്കരിക്കുക എന്നെല്ലാവരും ആലോചിച്ചാൽ മതി. നമ്മൾ പൂർണ്ണ മനസ്സോടെ, പൂർണ്ണ ഹൃദയത്തോടെ, ഇതേവരെ ജീവിതത്തിലില്ലാത്ത ഖുശൂഅോടുകൂടി പടച്ചവനെ ഏറ്റവും നന്നായി ഓർത്തുകൊണ്ട് നമുക്ക് നിസ്കരിക്കാൻ സാധിക്കും. കാരണം എന്താ? കാരണം അസർ നിസ്കരിക്കാൻ നമ്മളിവിടെ ഉണ്ടാവില്ല. ആലോചിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നിസ്കാരത്തിൽ ഖുശൂഅ് കിട്ടണില്ലെങ്കിൽ എന്താണ്, നിങ്ങൾ അവസാനം വിടവാങ്ങുന്നവനെ പോലെ ഓരോ നിസ്കാരം നിസ്കരിക്കണം എന്നാണ്. ഈ ഏഷ നിസ്കരിക്കുമ്പോൾ, ഈ ജുമുഅ നിസ്കരിക്കാൻ പോകുമ്പം അസറിന് ഞാൻ ബാക്കി ഉണ്ടാവില്ല എന്ന് വിചാരിച്ച് നിസ്കരിച്ച, അസർ നിസ്കരിച്ചുമ്പം മഗ്രിബ് നിസ്കരിക്കാൻ ഞാൻ ഈ ഭൂമുഖത്ത് ഉണ്ടാവില്ല എന്ന് വിചാരിച്ച് നിങ്ങൾ ഇതിൻ്റെ അവസാനത്തെ നിസ്കാരമാണെന്ന് വിചാരിച്ച് അസർ നിസ്കരിച്ചാൽ എന്ത് ചെയ്യും? ആ ഹൃദയത്തിൽ പടച്ചോൻ ഓർമ്മ ഉണ്ടാവും. നിസ്കാരത്തിൽ ഓർക്കേണ്ടതൊക്കെ ഓർക്കും, ചെല്ലേണ്ടതൊക്കെ ചെല്ലും. അതിനൊരു ഒതുക്കും, അടക്കും, ഒരു വിനയും, ഒരു ഭക്തിയും. നമസ്കാരത്തിൽ എന്തൊക്കെ ചേരണോ ആ ചേരുവകളൊക്കെ അതിൽ ചേരും. കാരണം എന്താ വെച്ചാൽ പൂർണ്ണ മനസ്സോടും പൂർണ്ണ ഹൃദയത്തോടുമാണ് എന്ത് ചെയ്യണത്, ആ നിസ്കാരം നിർവഹിക്കപ്പെടുന്നത് എന്നുള്ളതാണ്. അല്ലേ? അത്ര നമുക്ക് അതിൽ ശ്രദ്ധ ഉണ്ടാകും. നമ്മളെ വളരെ പതുക്കെ കാരണം സുജൂദുക്കൊന്നും അങ്ങോട്ട് മുഖമൊന്നുമില്ല, സുജൂദൊന്നും അങ്ങനെ വേണം പൊന്തില്ല, കോഴി കൊത്തുന്ന സുജൂദൊന്നും ആവില്ല. അല്ലേ? അങ്ങോട്ടും ഇങ്ങോട്ട് ചൊറിഞ്ഞ് അല്ലെങ്കിൽ അങ്ങനെ യാതൊരു തരത്തിലുള്ള അശ്രദ്ധയും സംഭവിക്കാത്ത ഏറ്റവും നന്നായിട്ടൊരു നമസ്കാരം നിങ്ങൾക്ക് ഈ ഭൂമുഖത്ത് നിർവഹിക്കാൻ സാധിക്കും. എപ്പോൾ? ഇതിൻ്റെ ലാസ്റ്റ് നിസ്കാരമാണ് എന്ന് വിചാരിച്ച് നിസ്കരിക്കുകയാണെങ്കിൽ. അപ്പോൾ അതുകൊണ്ട് സഹോദരങ്ങളെ, മുനാഫിക്കീങ്ങളെ പറ്റി അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തു നിസാഇൽ പറഞ്ഞപ്പം അവർ ഇദാ ഖാമൂ ഇല സ്വലാത്തി ഖാമൂ കുസാല, ഏറ്റവും മടിയോടുകൂടിയായിരിക്കും അവർ നിസ്കാരത്തിൽ നിൽക്കുക എന്നാണ്. യുറാഊനൻ നാസ, ജനങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ട്. അല്ലേ? ഏറ്റവും കൂടുതൽ ആളുകൾ നിസ്കരിക്കണ നിസ്കാരം ഏതാ നോക്കിയാൽ മതി. ആദ്യം എനിക്ക് സംശയം ഉണ്ടായിരുന്നു, 5 നേരം എന്തിനാ ഇപ്പോൾ ചില ആൾക്കാർ ചില ഭക്ത് മാത്രം നിസ്കരിക്കണം. അപ്പം എനിക്കറിയാം, എൻ്റെ അനുഭവത്തിന് ഞാൻ അറിയുന്ന ആൾക്കാർ മഗ്രിബ് മാത്രം നിസ്കരിക്കുന്ന ആൾക്കാരുണ്ട്. ഈ അങ്ങാടിയിലൊക്കെ ഉള്ള കച്ചവടക്കാരിൽ ചില ആൾക്കാർ മഗ്രിബിന് മാത്രമേ പള്ളിയിൽ പോകുള്ളൂ, മഗ്രിബ് മാത്രം നിസ്കരിക്കുള്ളൂ. അപ്പം അങ്ങനെയൊക്കെ ആൾക്കാരുണ്ട്. അപ്പം അങ്ങനെ നിസ്കാരത്തിൻ്റെ കൂലി ഇങ്ങനെ നോക്കുമ്പോൾ, ഹദീസുകളൊക്കെ നോക്കുമ്പോൾ ഏറ്റവും വലിയ കൂലിയുള്ള സുബൈക്കാണ്, പിന്നെയുള്ള അസറിനാണ് കണ്ടത്, പിന്നെ ഇശാക്കാണ് കണ്ടത്. ഏറ്റവും കൂലി കുറഞ്ഞ നിസ്കാരമൊക്കെ തോന്നുന്നത് മഗ്രിബാണെന്ന്. മഞ്ചേരി അങ്ങാടിയിലൊക്കെ പള്ളിക്ക് ഏറ്റവും കൂടുതൽ ആൾക്കാർ മഗ്രിബിനുണ്ട്. അപ്പം സംഭവിച്ചാൽ അതിലൊരു ഷോ ഉണ്ട്. എല്ലാവരും ഇങ്ങനെ വൈകുന്നേരം കച്ചവടക്കാരെല്ലാവരും കൂടി വന്ന് നിസ്കരിച്ച്, അപ്പോൾ എല്ലാവരും അങ്ങനെയാണെന്നല്ല ഞാൻ പറഞ്ഞത്. അതൊക്കെ അങ്ങനെ യുറാഊനൻ നാസ, ജനങ്ങളെ കാണിക്കാൻ വേണ്ടി നിസ്കരിക്കുക, അള്ളാഹുവിനെ ഏറ്റവും കുറച്ച് ഓർക്കുക എന്നുള്ളതാണ്. അല്ലേ? ഇവിടെ എന്താ പറഞ്ഞത്? വലാ യദ്കുറൂനല്ലാഹ ഇല്ലാ ഖലീല, വളരെ കുറച്ച് മാത്രമേ അവർ അള്ളാഹുവിനെ ഓർക്കുള്ളൂ. ഓർക്കൂല എന്നല്ല പറഞ്ഞത്, ഓർക്കുന്നുണ്ട്, പക്ഷെ വളരെ കുറച്ചേ ഒരു ഓർക്കുള്ളൂ. അപ്പോൾ സഹോദരന്മാരെ, നമ്മൾ കുറച്ചെന്നെ ഓർക്കുന്നുണ്ടോന്നാണ് നമ്മൾ ആലോചിക്കേണ്ടത്. അല്ലേ? തക്ബീറത്തുൽ ഇഹ്റാം കെട്ടി പിന്നെ സലാം വീട്ടുമ്പോഴൊക്കെയാണ് നിസ്കാരം കഴിയാനായി നമുക്ക് ഓതാൻ. അല്ലേ? അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തുൽ മാഇദയിൽ മഅയ്യത്തുള്ള, അള്ളാഹു കൂടെയുണ്ട് എന്നതിന് കണ്ടീഷനായിട്ട് പറഞ്ഞ ചില കാര്യങ്ങൾ ബനൂ ഇസ്രായേലിനോടാണ് പറയുന്നതെങ്കിലും അത് നമുക്കൊക്കെ ബാധകമാണ്. അല്ലേ? ഖാലല്ലാഹു ഇന്നി മഅക്കും എന്ന് പറഞ്ഞിട്ട് ആയത്ത് തുടങ്ങുന്നത്, ഇന്നി മഅക്കും, ഞാൻ നിങ്ങളുടെ കൂടെയുണ്ട്. എങ്ങനെയാണെങ്കിൽ എന്നിട്ട് ചില കാര്യങ്ങൾ പറയുന്നുണ്ട്, ഇന്ന ഷർത്തുകളൊക്കെ നിങ്ങൾ പാലിക്കുകയാണെങ്കിൽ ഞാൻ നിങ്ങളുടെ കൂടെയുണ്ട് എന്ന് പറഞ്ഞിട്ട് ആദ്യം പറഞ്ഞെന്താ പറയുക, ലഇൻ അഖംതുമുസ് സ്വലാത്ത, നിങ്ങൾ നമസ്കാരം അതിൻ്റെ സമയത്ത് കൃത്യമായി അത് നിർവഹിക്കേണ്ട രൂപത്തിൽ, ജമാഅത്തായിട്ട് നിർവഹിക്കേണ്ട രൂപത്തിൽ നിർവഹിക്കേണ്ടതാണെങ്കിൽ, അങ്ങനെ നിസ്കാരത്തിൻ്റെ എല്ലാ ഷർത്തും ഫർളുകളും എല്ലാ ചിട്ടകളും പാലിച്ചുകൊണ്ട് നിർവഹിക്കപ്പെടുന്ന നമസ്കാരം നിലനിർത്തുന്നതാണ്. നിസ്കരിക്കാതെ മാത്രമല്ല, ആ നമസ്കാരത്തെ നിങ്ങൾ നിലനിർത്തി കഴിഞ്ഞാൽ ഞാൻ നിങ്ങളുടെ കൂടെയുണ്ട്. പിന്നെയും കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്, പക്ഷെ അവിടെ ആദ്യം പറഞ്ഞത് അതാണ്. അല്ലേ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ
പറയണത് അള്ളാഹു നമസ്കാരത്തിൽ ഒരു അടിമയുടെ മുന്നിൽ നോക്കിക്കൊണ്ടേയിരിക്കുന്നതാണ്, മുന്നിട്ട് നോക്കിക്കൊണ്ടേയിരിക്കുന്നതാണ്. ആ അടിമ അത് തെറ്റിക്കുന്നത് വരെയാണ്. അടിമയുടെ മുഖം തിരിഞ്ഞ് അശ്രദ്ധ കാണിച്ചാൽ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ തിരിഞ്ഞ് മുഖം അങ്ങോട്ട് നോക്കിയിട്ടില്ലെങ്കിൽ, അയാൾ മുഖം തിരിച്ചു കളഞ്ഞിട്ടില്ലെങ്കിൽ അള്ളാഹു ആ അടിമയിലേക്ക് മുന്നിട്ട് കൊണ്ടേയിരിക്കുമെന്ന് ഹദീസിൽ കാണാൻ പറ്റും. അതേപോലെ തന്നെ സഹോദരങ്ങളെ, ഖുശൂ എന്ന് പറഞ്ഞാൽ അത് ജീവിതത്തിൽ ഉടനീളം കിട്ടേണ്ട ഒരു സാധനമാണ്, ഉടനീളം കിട്ടേണ്ട സാധനമാണ്. അത് നമസ്കാരത്തിൻ്റെ സമയത്ത് പെണ്ണുങ്ങൾ നിസ്കാര കുപ്പായിടുന്ന മാതിരി ആ നിസ്കാരത്തിൻ്റെ നേരത്ത് മാത്രം അണിഞ്ഞൊരുങ്ങി കിട്ടുന്ന ഒരു സാധനമല്ല ഈ ഖുശൂ എന്ന് പറഞ്ഞത്. അത് നമ്മൾ കൈ കുറച്ച് മേലെ കയറ്റി ഭയങ്കര ഇറുക്കി പിടിച്ചത് കൊണ്ടോ കണ്ണടച്ചത് കൊണ്ടോ കിട്ടുന്ന സാധനമല്ല ഖുശൂ എന്ന് പറഞ്ഞത്. അത് പടച്ചോൻ തരേണ്ട ഒരു സാധനം, അതൊരു തൗഫീഖാണ്. അത് ജീവിതത്തിന്റെ എല്ലാ സന്ദർഭങ്ങളിലും ഒരു വിശ്വാസിക്ക് കിട്ടേണ്ട സാധനമാണ്. അള്ളാഹുവിനോടുള്ള ഭയഭക്തി എന്നുള്ളത്, ഖുശൂ എന്നുള്ളത്. അതിനുവേണ്ടി നമ്മൾ എന്ത് ചെയ്യണം? അത് പ്രാർത്ഥിക്കണം. അല്ലാഹുമ്മ അനസ് ബിൻ മാലിക് റളിയല്ലാഹു അനസ് ബിൻ റളിയല്ലാഹു പറയണം, അല്ലാഹുവിന്റെ റസൂൽ പ്രാർത്ഥിക്കാറുണ്ട്. കാന യഖൂലു അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിൻ ഖൽബിൻ ലാ യഖ്ശഅ. അല്ലേ, ഖുശൂ ഇല്ലാത്തൊരു ഹൃദയത്തെ തൊട്ട് പടച്ചോനെ എന്നെ കാക്കണേന്നാണ്. ഒമിൻ നഫ്സിൻ ലാ തശ്ബഹ്, ഒരു ആർത്തിയടങ്ങാത്ത മനസ്സ്, എത്ര കിട്ടിയാലും ഒരു പൂതി തീരാത്ത ആർത്തിയടങ്ങാത്തൊരു മനസ്സിൽ നിന്ന് എന്നെ കാക്കണേന്നാണ്. അതേപോലെ ഒമിൻ ഇൽമിൻ ലാ യൻഫഅ, ഉപകാരമില്ലാത്ത അറിവിനെ തൊട്ട് എന്നെ നീ കാക്കണം. ഒമിൻ ഖൗലിൻ ലാ യുസ്മഅ, പ്രാർത്ഥന കേൾക്കപ്പെടാത്ത, ഉത്തരം നൽകപ്പെടാത്ത വാക്കുകൾ, പ്രാർത്ഥനകൾ സ്വീകരിക്കപ്പെടാത്ത പ്രാർത്ഥന, അതിൽ നിന്നൊക്കെ എന്നെ നീ കാക്കണം. അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിൻ ശർരി ഹൗലാഇ അർബഅ, ഈ 4 കാര്യങ്ങളിൽ എന്താണ് കാവൽ ചോദിച്ചു എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ചോദിച്ചതായിട്ട് അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു പറയാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, ഈ സമൂഹത്തിൽ നിന്ന് ആദ്യമായിട്ട് ഉയർത്തപ്പെടുന്നത് ഖുശൂ ആയിരിക്കുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞതായിട്ട് ഇമാം തബറാനി ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം. അവ്വലു ഷൈഇൻ യുർഫഉ മിൻ ഹാദിഹിൽ ഉമ്മത്തി അൽ ഖുശൂ എന്നാണ്. ഖുശൂ ആണ് ഈ ഉമ്മത്തിൽ ആദ്യമായിട്ട് ഉയർത്തപ്പെടുക. ഭയഭക്തി ഇല്ലാത്തൊരവസ്ഥ ഈ ഉമ്മത്തിൽ വരും. എല്ലാവരും നല്ല പേരുള്ളവരും, നല്ല ഭക്തിയുടെ അടയാളമുള്ളവരും, നിസ്കാരത്തയമുള്ളവരും, താടിയുള്ളവരും, ദീനിൻ്റെ എല്ലാ ഷിയാറുകളും കണ്ടാൽ പ്രത്യക്ഷത്തിൽ പാലിക്കുന്ന ആളുകൾ, പക്ഷേ അവരുടെ അന്തരങ്ങളിൽ, ഹൃദയങ്ങളിൽ അള്ളാഹുവിനെ കുറിച്ചുള്ള ബോധം, സൂക്ഷ്മതയില്ലാത്തൊരവസ്ഥ ഉണ്ടാകുക. അങ്ങനത്തെ ഒരു സമൂഹം അവസാന കാലത്ത് വരുന്ന, അല്ലെങ്കിൽ അതാണ് ആദ്യമായിട്ട് ഈ സമൂഹത്തിൽ നിന്ന് ഉയർത്തപ്പെടുക എന്ന് ഹദീസിൽ കാണാൻ പറ്റും. അതുകൊണ്ട് സഹോദരങ്ങൾ, ഈ ഒരു കാര്യത്തിൽ നമ്മൾ നല്ലോണം ശ്രദ്ധിക്കണം. നിസ്കാരത്തിൽ ഖുശൂ ഉണ്ടാകുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടൊരു കാര്യമാണ്. അത് നമ്മൾ പ്രാർത്ഥിച്ചും പ്രയത്നിച്ചും പരിശ്രമിച്ചും നേടേണ്ട ഒരു കാര്യമാണ് എന്ന് നമ്മൾ പ്രത്യേകം മനസ്സിലാക്കുക. രണ്ടാമത്തത്, ആ ഉപദേശത്തിൽ രണ്ടാമത്തത് പറഞ്ഞ കാര്യം നമ്മൾ അടിവരട്ട് മനസ്സിലാക്കണം. വലാ തകല്ലമ ബികലാമിൻ തഅ്തദിറു മിൻഹു ഗദൻ എന്നാണ്. സംസാരിക്കുക, ഒരു സംസാരം എന്നിട്ട് എന്ത് ചെയ്യുക? നമ്മൾ പറയുമ്പോൾ പറയും, എന്നിട്ട് ആ സംസാരത്തിൻ്റെ പേരിൽ നാളെ ക്ഷമ ചോദിക്കേണ്ട ഒരു അവസ്ഥ ഉണ്ടാകുക. ഇനി നമ്മൾ നല്ല വർത്താനം പറഞ്ഞു, ഇന്ന് സംസാരിച്ചതിനെ കുറിച്ച് നാളെ ക്ഷമ പറയേണ്ട ഒരു അവസ്ഥ ഉണ്ടാകുന്നതിനെ കുറിച്ച് നമ്മൾ നല്ലോണം ശ്രദ്ധിക്കണം. അതുകൊണ്ട് സംസാരിക്കുമ്പോൾ സഹോദരങ്ങളെ കൃത്യമായിട്ട് യാ അയ്യുഹല്ലദീന ആമനു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തൻ്റെ ഖുതുബത്തുൽ ഹാജ്ജയിൽ സഹാബത്തിന് ഉപദേശിക്കുന്ന എല്ലാ ഉപദേശങ്ങളുടെയും, അത് ഖുതുബയാകട്ടെ, വെള്ളിയാഴ്ച ഖുതുബയാകട്ടെ, നിക്കാഹ് ഖുതുബയാകട്ടെ, ഏതൊരു സന്ദർഭത്തിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സഹാബത്തിന് ഉപദേശിച്ചിരുന്ന സന്ദർഭത്തിൽ ആദ്യമായി നടത്തിയിരുന്ന ഖുതുബത്തുൽ ഹാജ്ജയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഓതിയ ആ ആയത്താണ് ഇന്ന് ഞാൻ തുടക്കത്തിൽ ഓതിയത്. യാ അയ്യുഹല്ലദീന ആമനു തഖുല്ലാഹ വഖൂലു ഖൗലൻ സദീദ, ഏറ്റവും ശരിയായ വാക്ക് നിങ്ങൾ പറയണമെന്നാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, കള്ളം പറയരുത്, വഞ്ചിക്കരുത്, തെറി പറയരുത്, മോശമായ സംസാര പ്രയോഗം നടത്തരുത്. കാരണം അതിൻ്റെ പേരിൽ നാളെ മാറ്റി പറയേണ്ട, ക്ഷമ ചോദിക്കേണ്ട, നാളെ പരലോകത്ത് ദുഃഖിക്കേണ്ട ഒരവസ്ഥ നമുക്ക് വരും. അതുകൊണ്ട് ഏറ്റവും കൂടുതൽ ആളുകൾ നരകത്തിൽ മുഖം കുത്തി വീഴുന്നത് എന്തുകൊണ്ടാണെന്ന് സഹാബത്തിനോട് ചോദിച്ചു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത്. അവർ നാവ് കൊണ്ടല്ലാതെ മറ്റെന്തുകൊണ്ടാണ് എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചത്. അതുകൊണ്ട് ഏറ്റവും കൂടുതൽ ആളുകൾ നരകത്തിൽ പോകാനുള്ള കാരണം അവരുടെ നാവ് സമ്പാദിച്ചത് കൊണ്ടാണ്, നമ്മൾ ഈ സംസാരം കൊണ്ടാണ് സഹോദരങ്ങളെ. അത് നമ്മൾ ഒരാളെ പറ്റി ഏഷണിയാകട്ടെ, പരദൂഷണമാകട്ടെ, കളവാകട്ടെ, അള്ളാഹുവിനെയും റസൂലിനെയും കുറിച്ച് മോശമായ കാര്യമാകട്ടെ, ഗൗരവപരമായ കാര്യം, തെറ്റായതൊക്കെ അതിൽപ്പെടും. അതുകൊണ്ട് ആ കാര്യത്തിൽ നമ്മൾ നല്ലോണം ശ്രദ്ധിക്കണം. ഏതൊരു കാര്യം നമ്മൾ സംസാരിക്കുമ്പോഴും എടുത്തു ചാടി നമ്മൾ സംസാരിക്കും. ഒരു കാര്യത്തെ പറ്റി നമ്മൾ പറയണ്ടെങ്കിൽ അത് നന്നായിട്ട് മനസ്സിലാക്കി, അത് നന്നായിട്ട് ആലോചിച്ച് മാത്രമാണ് നമ്മൾ സംസാരിക്കേണ്ടത്. നമ്മുടെ ഒരു സംസാരം കാരണം ആളുകൾ തമ്മിൽ തെറ്റാനോ അകലാനോ, ഒരു കാര്യത്തെ പറ്റി മോശമായി മനസ്സിലാക്കാനോ, അങ്ങനെ ഒരു കാരണം നമ്മളാൽ അതൊരു കാരണമായി മാറരുത്. അതിൻ്റെ പേരിൽ നമ്മൾ നാളെ വിചാരണ ചെയ്യപ്പെടുന്ന, നമ്മുടെ നമസ്കാരവും നോമ്പും നമ്മുടെ ഇബാദത്തുകൾ നമുക്ക് നഷ്ടപ്പെടുന്ന ഏറ്റവും ഖേദകരമായ, നമ്മൾ പാപ്പറായി പോകുന്ന അവസ്ഥ. മനിൽ മുഫ്ലിസ്, ആരാണ് പാപ്പർ സഹോദരങ്ങളെ? നാളെ പരലോകത്ത് നിറച്ച് കർമ്മങ്ങളുമായി, ഇബാദത്തുകളുമായി, നിസ്കാരമായി, നോമ്പുമായി, സക്കാത്തുമായി, സ്വതക്കയുമായിട്ട് നാളെ പരലോകത്ത് വന്നിട്ട് താൻ പറഞ്ഞ തൻ്റെ നാവിൻ്റെ പ്രയോഗത്തിൻ്റെ പേരിൽ, തൻ്റെ നാവ് ചെയ്തു പോയ ഏശനുടെയും പരദൂഷണത്തിൻ്റെയും പേരിൽ ചെയ്ത അമലുകളൊക്കെ മറ്റുള്ളവർക്ക് കൊടുക്കുകയും അവസാനം പാപ്പറായി മറ്റുള്ളവരുടെ തെറ്റുകൾ ഏറ്റെടുക്കേണ്ടി വരുന്ന
വരുന്ന ഏറ്റവും മോശമായ, ഏറ്റവും അപകടമായ അവസ്ഥയിലേക്ക് നാളെ വരുന്ന ചില ആളുകളുണ്ട്. ആ അവസ്ഥയിൽ എത്തിപ്പെടാതിരിക്കാൻ നമ്മൾ നാവിനെ നല്ലോണം നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് സഹോദരങ്ങളെ. അതുകൊണ്ട് ഇന്നത്തെ സോഷ്യൽ മീഡിയയിൽ ഉള്ള ഒരു കാലത്ത് നമ്മൾ വെറും സംസാരം മാത്രമല്ല, സോഷ്യൽ മീഡിയയിലുള്ള നമ്മുടെ ഇടപെടലുകൾ, അത് എഴുത്താകട്ടെ, പോസ്റ്റാകട്ടെ, കമൻ്റ് ആകട്ടെ, ലൈക്കാകട്ടെ, മോശമായ ചിത്രങ്ങൾക്കൊക്കെ തൻ്റെ ഒരു സഹോദരൻ്റെ ഫോൺ തുറന്നേക്കുണ്ട്, ഇൻസ്റ്റഗ്രാമിൽ ഇങ്ങനെ എല്ലാത്തിലും ലൈക്ക് അടിക്കുക. അപ്പോൾ നമ്മൾ സാധാരണ ലൈക്ക് അടിക്കുക അത്യാവശ്യം നോക്കിയിട്ടല്ലേ, അപ്പോൾ എല്ലാവർക്കും ലൈക്ക് അടിക്കുകയാണ്. എല്ലാ തോന്നിയാസം ഫോട്ടോകൾക്കും എല്ലാ തോന്നിയാസം പോസ്റ്റുകൾക്കും ലൈക്ക് അടിക്കുക. അപ്പോൾ എന്തിനാ ചോദിച്ചാൽ എന്താ പറഞ്ഞോ, നമ്മൾ അങ്ങോട്ട് ലൈക്ക് കൊടുത്താലാണ് നമുക്ക് ഇങ്ങോട്ട് ലൈക്ക് കിട്ടാന്നാണ്. നമ്മളെല്ലാവർക്കും ലൈക്ക് കൊടുത്താലാണ് നമ്മൾ എന്തെങ്കിലും ഒന്ന് ഇട്ടാൽ എന്ത് ചെയ്യുള്ളൂ, നമുക്കും ലൈക്ക് കിട്ടുള്ളൂ. അതുകൊണ്ട് കണ്ട എല്ലാ അണ്ടൻ അടകോടനും ഇട്ട എല്ലാ പോസ്റ്റിനും മുപ്പര് ലൈക്ക് അടിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, നമ്മുടെ ലൈക്കും ഷെയറും കമൻറ്റൊക്കെ എത്ര ആളുകളിലേക്കാണ് എത്തുന്നത്. ആരൊക്കെയാണ് ലൈക്ക് അടിച്ചത് എന്ന് നോക്കുന്ന ആളുകളുണ്ട് അല്ലേ, ആരൊക്കെ ലൈക്ക് അടിച്ചു എന്ന് നോക്കുന്ന ആളുകളുണ്ട് സഹോദരങ്ങളെ. അതുകൊണ്ട് നമ്മൾ ഇതൊക്കെ ചോദ്യം ചെയ്യപ്പെടുന്ന ഒരു ദിവസം വരാനുണ്ട്. അള്ളാഹു നൽകിയ ഈ കാര്യങ്ങൾ, ഈ തെറാപ്പി സെൻ്ററിലൊക്കെ പോയി നോക്കി, ഒരു ഫോൺ പോലും മര്യാദയ്ക്ക് പിടിക്കാൻ പറ്റാതെ സ്ട്രോക്ക് വന്ന് കയ്യിന് ചലനശേഷി നഷ്ടപ്പെട്ട ആളുകളുണ്ട്. അവർക്കറിയാം ഈ കയ്യിൻ്റെയും ഈ ചലനങ്ങളുടെയും വില എത്രയാണെന്ന് അവർ മനസ്സിലാക്കിയിട്ടുണ്ട് സഹോദരങ്ങളെ. അതുകൊണ്ട് എന്തൊക്കെ അനുഗ്രഹം അള്ളാഹു സുബ്ഹാനഹു വ തആല നൽകിയിട്ടുണ്ടോ അതൊക്കെ ചോദ്യം ചെയ്യപ്പെടുന്ന, ഒരു വിചാരണ ചെയ്യപ്പെടുന്ന ഒരു ദിവസത്തിൽ നമ്മൾ ഹാജരാക്കപ്പെടും എന്നൊരു ബോധം നമുക്കുണ്ടാകണം. അതേപോലെ തന്നെ സഹോദരങ്ങളെ, അബൂ ഹുറൈറ പറയാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു എന്നാണ്. അത് വളരെ ഗൗരവത്തിൽ നമ്മൾ ഇന്നത്തെ കാലത്ത് മനസ്സിലാക്കേണ്ട ഒരു ഹദീസാണിത്. എന്താണ് പറഞ്ഞല്ലോ, ഒരു അടിമ ഗൗരവത്തിലല്ലാതെ പറഞ്ഞ അള്ളാഹുവിന് തൃപ്തിയുള്ള ഒരു വാക്ക്, നമ്മളത്ര ഗൗരവത്തിൽ പറഞ്ഞ, നമ്മൾ അത്ര സീരിയസ് ആയിട്ട് പറഞ്ഞ വാക്കല്ല, പക്ഷേ അത് പടച്ചോന് ഭയങ്കര ഇഷ്ടമായി. എന്നിട്ടോ ആ വാക്ക് മൂലം അള്ളാഹു അവൻ്റെ ദറജകൾ ഉയർത്തിക്കൊടുക്കുന്നതാണ്. നമ്മൾ സീരിയസ് അല്ലാതെ പറഞ്ഞ ഒരു വാക്ക് പടച്ചോൻ ഇഷ്ടപ്പെട്ടിട്ട് അള്ളാഹു നമ്മളെ ദറജ ഉയർത്തുന്ന അവസ്ഥ ഉണ്ട്. അതേപോലെ അതിൻ്റെ നേരെ ഉൾട്ടിണ്ട്. നമ്മൾ ഗൗരവത്തിലല്ലാതെ പറഞ്ഞൊരു വാക്ക് അള്ളാഹുവിന് കോപമുണ്ടാക്കിയിട്ട് നമ്മൾ നരകത്തിൽ പതിക്കുന്ന ഒരവസ്ഥയുമുണ്ട് എന്ന് ഇമാം ബുഖാരി ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം. അതുകൊണ്ട് അള്ളാഹുവിനെയും റസൂലിനെയും പരിഹസിക്കുന്ന, ഈ ദീനിൻ്റെ ചിഹ്നങ്ങളെയും അടയാളങ്ങളെയും പരിഹസിക്കുന്ന രൂപത്തിൽ ആരെങ്കിലും പറയുമ്പോൾ അതിനെ സപ്പോർട്ട് ചെയ്യുകയോ അല്ലെങ്കിൽ നമ്മുടെ വാക്കിൽ നിന്ന് ആരെങ്കിലും സന്തോഷിപ്പിക്കാൻ വേണ്ടി സഹോദരങ്ങളെ ആ ഒരു തരത്തിലുള്ള ഡയലോഗോ കമൻറ്റോ വന്നിട്ടുണ്ടെങ്കിൽ നാളെ അതിൻ്റെ പേരിൽ നരകത്തിൽ പ്രവേശിക്കേണ്ടി വരുമെന്ന ഒരു ബോധം നമുക്കുണ്ടായിരിക്കുന്നത് നല്ലതാണ്. അതുകൊണ്ട് വാക്ക് അല്ലേ, നമ്മൾ സംസാരിച്ചിട്ട് അതിൻ്റെ പേരിൽ നാളെ തന്നെ അത് മാറ്റി പറയേണ്ട, അല്ലെങ്കിൽ നാളെ പരലോകത്ത് അതിൻ്റെ പേരിൽ നഖം കടിക്കേണ്ടി വരുന്ന ഒരു അവസ്ഥയിൽ നിന്ന് നമ്മൾ നല്ലോണം നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ ശ്രദ്ധിക്കണം. അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. മൂന്നാമത്തെ കാര്യം ആ ഹദീസിൽ കാണാൻ പറ്റും. എന്താണ്? ജനങ്ങൾ ഉള്ളത് കൊണ്ട് ധന്യമായിട്ട് ജീവിക്കാൻ ശ്രമിക്കുക. കാരണം എന്താ വെച്ചാൽ ജനങ്ങളുടെ കയ്യിലുള്ളത് നീ ആഗ്രഹിക്കാതിരിക്കുക എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ മൂന്നാമത്തെ ഉപദേശം. ഒന്നാമത്തത്, നീ നിസ്കരിക്കുമ്പോൾ നിന്റെ അവസാനത്തെ വിടവാങ്ങുന്നവനെ പോലെ നീ ഓരോ നിസ്കാരവും നിസ്കരിക്കുക എന്നുള്ളതാണ്. രണ്ടാമത്തത്, ഇന്ന് സംസാരിച്ചതിൻ്റെ പേരിൽ നാളെ ക്ഷമ ചോദിക്കേണ്ട ഒരവസ്ഥ വരാതിരിക്കാൻ ശ്രദ്ധിക്കുക എന്നുള്ളതാണ്. മൂന്നാമത്തത്, ജനങ്ങളുടെ കയ്യിലുള്ളത് ആഗ്രഹിക്കാതിരിക്കുക. നമ്മൾ എപ്പോഴും നമ്മൾ തമ്മിൽ പ്രശ്നം ഉണ്ടാവണം, ആളെ നോക്കിയാൽ മതി. ആളുകൾ തമ്മിൽ പ്രശ്നം ഉണ്ടോ, നമ്മൾ അതിൻ്റെ പിന്നിലൊരു ദുരാഗ്രഹം ഉണ്ടാവും, അവനെ പോലെ നമുക്കാകാൻ പറ്റാത്തതിൽ അല്ലേ. അത് ആ ജനങ്ങളുടെ കയ്യിൽ ഇതിനെക്കുറിച്ച് നമ്മൾ ആഗ്രഹിക്കാതിരുന്നാൽ സഹോദരങ്ങളെ ദുനിയാവിൻ്റെ ഒരുവിധം പ്രശ്നങ്ങളൊക്കെ അവസാനിക്കും. അല്ലെങ്കിൽ ഒരു സത്യവിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം സഹോദരങ്ങളെ നമ്മൾ ശ്രമിക്കേണ്ടത് നാളെ ഖബറിലേക്ക് എന്ത് കിട്ടും, നാളെ പരലോകത്തേക്ക് എനിക്ക് എന്ത് സമ്പാദിക്കാൻ പറ്റും എന്നതിനെക്കുറിച്ചാണ് നമ്മൾ ആലോചിക്കേണ്ടതും. അതിനുവേണ്ടിയാണ് ഒരു വിശ്വാസി പണിയെടുക്കേണ്ടതും. അല്ലാതെ ദുനിയാവിൽ എന്തെങ്കിലും നേടാനോ, ജനങ്ങളുടെ കയ്യിലുള്ളത് എന്തെങ്കിലും, അതേപോലെ ഒരു കാർ എനിക്കുണ്ടെങ്കിൽ, അതേപോലെ ഒരു വീട് എനിക്ക് വെക്കാൻ പറ്റില്ലെങ്കിൽ, അതേപോലെ ഒരു ജോലി എനിക്ക് കിട്ടിയിരുന്നെങ്കിൽ, അതേപോലത്തെ മക്കൾ എനിക്കുണ്ടായിരുന്നെങ്കിൽ, അങ്ങനെ ദുനിയാവിൻ്റെ ഇതിനല്ല സഹോദരങ്ങളെ ഒരു സത്യവിശ്വാസി ആഗ്രഹം വെക്കേണ്ടത്, മനസ്സ് വെക്കേണ്ടത്, മത്സരിക്കേണ്ടത്. അത് നാളെ പരലോകത്ത് അള്ളാഹുവിൻ്റെ പൊരുത്തം കിട്ടുന്നതിലാണ്, അള്ളാഹുവിൻ്റെ തൃപ്തി കിട്ടുന്നതിലാണ്, അള്ളാഹുവിൻ്റെ വിചാരണ എളുപ്പമാകാനും, അള്ളാഹുവിൻ്റെ ജന്നാത്തുൽ ഫിർദൗസിൽ വിചാരണ കൂടാതെ നരകത്തിൽ പ്രവേശിക്കാതെ, നരകം സ്പർശിക്കാതെ നാളെ ആ സ്വർഗത്തിൽ പ്രവേശിക്കുക എന്നുള്ള ജീവിതത്തിലെ ഏറ്റവും വലിയ സാക്ഷാത്കാരത്തിന് ലക്ഷ്യം സാക്ഷാത്കരിക്കാനാണ് ഒരു വിശ്വാസി ആഗ്രഹിക്കേണ്ടതും അതിനുവേണ്ടിയാണ് പണിയെടുക്കേണ്ടതും. അതുകൊണ്ട് ആ ഒരു തരത്തിൽ ചിന്തിക്കാനും പ്രവർത്തിക്കാനും അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഒരു വ്യക്തി വന്നിട്ട് ഉപദേശം ചോദിച്ച സന്ദർഭത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞതായിട്ട് കാണാൻ പറ്റും. സഹൽ ഇബ്നു സഅദ് സാഇദി റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം, അതാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം റജുലുൻ ഫഖാല യാ റസൂലല്ലാഹ് ദുല്ലനി അലാ അമലിൻ ഇദാ അന അമിൽതുഹു അഹബ്ബനി അല്ലാഹു വഅഹബ്ബനി അന്നാസ്. ഞാനൊരു കാര്യം ചെയ്താൽ എന്നെ ജനങ്ങളും ഇഷ്ടപ്പെടണം, പടച്ചോനും ഇഷ്ടപ്പെടണം, അങ്ങനത്തെ ഒരു കാര്യം എനിക്ക് പറഞ്ഞു തരുമോ നബി എന്ന് ചോദിച്ചപ്പോൾ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു കൊടുത്തു. ഫഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇസ്ഹദ് ഫി ദുനിയ യുഹിബ്ബുക്കല്ലാഹ്. ദുനിയാവിൽ നീ എന്ത് ചെയ്യുക, വിരക്തി കാണിക്കുന്നു. ദുനിയാവിൻ്റെ മുതലുകളോട് എന്ത് ചെയ്യുക, ഒരു വിരക്തി കാണിക്കുക, അപ്പോൾ അള്ളാഹു എന്നെ ഇഷ്ടപ്പെടും. വസഹദ് ഫീമാ ഫി ഐദിന്നാസ്. ജനങ്ങളുടെ കയ്യിലുള്ളതിനോട് നീ എന്ത് ചെയ്യുക, വിരക്തി കാണിക്കുക, അപ്പോൾ ജനങ്ങളും നിന്നെ ഇഷ്ടപ്പെടും.
അല്ലെ? ജനങ്ങളുടെ കയ്യിലുള്ളതിനോട് നമ്മൾ താല്പര്യം കാണിക്കാതെ നാളെ വിരക്തി കാണിക്കും. ഓനായാലൊന്നും വലിയ താല്പര്യമില്ല. അങ്ങനത്തെ ആൾക്കാർക്ക് ബന്ധമുണ്ടാവില്ല, വെറുപ്പുണ്ടാവില്ല, ഒരു പ്രശ്നം ഉണ്ടാവില്ല. കാരണം നമ്മൾ ദുനിയാവിൻ്റെ ഒരു സ്ഥാനത്ത് ഓനായാലൊന്നും ഒരു ഇതുമില്ല. ഓനെങ്ങനെ നിസ്കാരം നോക്കിയിട്ട് നാളെ എന്താ ഉണ്ടാക്കി നടക്കണം, ഓൻ ഇതിലൊന്നും വലിയ താല്പര്യം കാണിക്കില്ല എന്ന് പറയുന്നതിനോട് ആൾക്കാർക്ക് വല്ലാത്ത ഇടങ്ങാറുണ്ടാവില്ല. അപ്പോൾ അതുകൊണ്ട് സഹോദരങ്ങളെ, അപ്പോൾ ജനങ്ങളും അള്ളാഹും ഒരേപോലെ ഇഷ്ടപ്പെടാൻ എന്ത് ചെയ്യണമെന്ന് ചോദിച്ച ആളോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ കാര്യമാണെന്ത്? നീ ദുനിയാവിൽ വിരക്തി കാണിക്കുക, പടച്ചോൻ നഷ്ടപ്പെടും. ജനങ്ങളുടെ കയ്യിലുള്ളതിനെ നീ ആഗ്രഹിക്കാതിരിക്കുക, അപ്പോൾ ജനങ്ങളും നിന്നെ ഇഷ്ടപ്പെടുന്നതാണ്. ജോലി ചെയ്ത് ജീവിക്കാനാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ത് ചെയ്തത്? പഠിപ്പിച്ചത്. ജനങ്ങളോട് ചോദിക്കുന്ന ആളുകൾ ഇങ്ങനെ എപ്പോഴും ചോദിച്ച്, അല്ലേ? ചില ആൾക്കാർ അങ്ങനെയാണ്, ചോദിച്ചതിന് ശീലമായി അതൊരു നിന്ദ്യതയായി മാറും. അതാണ് ഏറ്റവും വലിയ ശാപ ദുനിയാവിൽ, അതാണ് അല്ലേ? ചോദിച്ചെന്താണ് അള്ളാൻ്റെ പേരിൽ ഇങ്ങനെ ചോദിച്ച് പിന്നെ എല്ലാത്തിനും ചോദിക്കുന്ന ആളുകളായിട്ട് അവർ മാറുന്നു. മാത്രമല്ല, നാളെ മുഖത്ത് മാംസമില്ലാതെ അവർ പരലോകത്ത് ഹാജരാക്കപ്പെടുന്ന ഒരു അവസ്ഥയുണ്ട് എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. അതുകൊണ്ട് ജനങ്ങളോട് പരമാവധി, സഹാബത്തിനൊക്കെ പറ്റി പറഞ്ഞ തരങ്ങൾ, ഒരു ഒട്ടകപ്പുറത്തുനിന്ന് ഇറങ്ങാന്ന് പറഞ്ഞാൽ അത്ര ഈസി ടാസ്ക് അല്ല. നമ്മൾ നല്ല കാറിൽ നിന്ന് ഇറങ്ങണ മാതിരിയല്ല ഒരു ഒട്ടകത്തിൻ്റെ മേലെന്ന് താഴത്തേക്ക് ഇറങ്ങാന്ന് പറഞ്ഞാൽ അത് കുറച്ച് മെനക്കെടുള്ള കാര്യമാണ്. ഒട്ടകത്തിൻ്റെ മേലെന്ന് സഹാബികളുടെ കയ്യിലുള്ള വടി ചാടിപ്പോയാൽ താഴത്തുള്ള സഹാബിനോട് അതൊന്ന് എടുത്തു തരീന്ന് ഒരു പറയില്ലെന്നാണ്. ജനങ്ങളോട് ഒരു സഹായം പോലും, ആ ഒരു തരത്തിൽ പോലും ഒരു സഹായം ജനങ്ങളോട് ആവശ്യപ്പെടാത്ത ആൾക്കാരാലോചിങ്ങൾ, അല്ലേ? എന്ത് ഒരു വടി, ആ താഴെയുള്ള വടിയൊന്നും എടുക്കുന്ന നമ്മൾ പറയില്ലേ, ഇനി പറയണ്ട, നമ്മളിങ്ങനെ കാട്ടിയാൽ മതി, എടുത്തുതരും. പക്ഷെ അതുപോലും അവർ ഇറങ്ങിയിട്ടാണ് എന്ത് ചെയ്യുക? ജനങ്ങളോട് അത്രയും അവർ ഒരു സഹായവും ആവശ്യപ്പെട്ടിരുന്നില്ല എന്ന് അങ്ങനെയാണ് അവർ കാര്യങ്ങൾ മനസ്സിലാക്കിയത്. അതുകൊണ്ട് സഹോദരങ്ങളെ, ആ ഒരു തരത്തിൽ അള്ളാഹുവിനെയും റസൂലിനെയും സ്നേഹിക്കാണ് സഹാബത്ത് കടന്നുപോയ മാർഗങ്ങളിലൂടെ ആ രൂപത്തിൽ കടന്നു പോകാൻ അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ.